പാമ്പുകളെ ആക്രമിച്ചാൽ അവയത് ഓർത്തു വെക്കുകയും പിന്നീട് പ്രതികാരം ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്ന് നമ്മളിൽ പലരും കഥകളിലൂടെയും മറ്റുമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അനേകം കോടി വർഷങ്ങളെടുത്ത പരിണാമം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു വന്നവരാണ്. പരിണാമ പാതയിൽ മനുഷ്യരുടെ തലച്ചോറിന് വന്ന മാറ്റങ്ങളാണ് മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നതും ചിന്തിക്കാനും ഓർത്തു വെക്കാനും ഒക്കെയുള്ള കഴിവ് മനുഷ്യർക്കുണ്ടായത്. പക്ഷേ പാമ്പ് ഉൾപ്പെടുന്ന ഉരഗങ്ങൾക്ക് അവയുടെ പരിണാമപാതയിൽ അവയുടെ തലച്ചോറിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. റെപ്റ്റീലിയൻ ബ്രെയിൻ മാത്രമേ പാമ്പുകൾക്കുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുക, ശ്വസനം നിയന്ത്രിക്കുക, അതുപോലെ വിശപ്പ് നിയന്ത്രിക്കുക, ശരീര താപനില മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഓർത്തു വെക്കാനുള്ള ഒരു പാർട്ട് അതിൻ്റെ തലച്ചോറിലില്ല. പാമ്പിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇര പിടിക്കുക, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുക, ഇണയാടുക, അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിയാണ് പാമ്പ്. അതൊരിക്കലും മനുഷ്യരെ പോലെയോ മറ്റോ ഓർത്തു വെച്ച് പകരം വീട്ടുക അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ പാമ്പുകളെ ഒരു സാധു ജീവിയാണ്. അതിനെ ഉപദ്രവിച്ച് തല്ലി കൊല്ലാതിരിക്കാൻ വേണ്ടി ആരോ എപ്പോഴോ പറഞ്ഞ ഒരു കഥയായിരിക്കണം പാമ്പുകൾ പ്രതികാരം ചെയ്യുമെന്നുള്ളത്.